5 വർഷങ്ങൾ: സൗരം, ബൃഹസ്പത്യം, സാവനം, ചാന്ദ്രം, നക്ഷത്രം. ആദ്യത്തിന് രാശിചക്രത്തിൽ ഓരോ തീയതിയും കടക്കാനുള്ള കാലയളവിന് സൗരദിനമെന്ന് പറയുന്നു. ഒരു സൂര്യസംക്രമണം മുതൽ അടുത്ത സൂര്യസംക്രമണം വരെയുള്ള കാലയളവിനെ ഒരു സൗരമാസം എന്നും, അങ്ങനെ 12 സൗരമാസങ്ങൾ കൂടുന്ന 365 ദിവസത്തിന് ഒരു സൗരവർഷമെന്നും പറയുന്നു. വ്യാഴത്തിന് ഒരു രാശി കടക്കാനുള്ള കാലയളവിനെ ബൃഹസ്പതി വർഷമെന്നും, 361 ദിവസമാണ് ഒരു ബൃഹസ്പതി വർഷം. സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയുള്ള സമയം ഒരു സാവന ദിനം, 30 സാവന ദിനം ഒരു സാവന മാസവും, 360 ദിവസം ഒരു സാവന വർഷവും. പൂർവപക്ഷ പ്രതിപദത്തിൻ്റെ ആരംഭം മുതൽ അമാവാസിയുടെ അവസാനം വരെയുള്ള കാലം ഒരു ചാന്ദ്രമാസം, 354 ദിവസം ഒരു ചാന്ദ്രവർഷം. ചാന്ദ്രമാസത്തിന് ഒരാണ്ടിൽ 11 ദിവസം കുറവ് വരും. അതിനാൽ 3 ചാന്ദ്രവർഷം കൂടുമ്പോൾ ഒരു ചാന്ദ്രമാസം അധികം വരും. ഒരു സൗരമാസത്തിൽ 2 കറുത്ത വാവ് വരുന്നത് അതിമാസമാകുന്നു. ഈ മാസത്തിന് പേരുണ്ടായിരിക്കുകയില്ല. അപ്പോൾ ചൈത്രമാസം കഴിഞ്ഞു വരുന്ന അല്ലെങ്കിൽ വൈശാഖം കഴിഞ്ഞു വരുന്ന അതിമാസമെന്നാണ് പേര് പറയുക. അതിമാസത്തിൽ ദിനമാന കാര്യങ്ങൾ ഒഴിച്ചുള്ളതല്ലാതെ യാതൊരു ശുഭകാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അതിമാസം 2 വിധമുണ്ട്. അഹസ്പതി കഴിഞ്ഞ് അടുത്ത സംക്രാന്തിക്കകം 2 വാവിൻ്റെ അന്ത്യം വന്നാൽ കേവലാധിമാസമെന്നും, സൂര്യചന്ദ്രന്മാരുടെ മധ്യമം കൊണ്ട് 2 കറുത്ത വാവുകളുടെ അന്ത്യം വന്നാൽ മധ്യാധിമാസം എന്നും. സൂര്യസംക്രാന്തിയില്ലാത്ത ചന്ദ്രമാസമാണ് മലമാസം. ഇത് ക്ഷയമാസമാകുന്നു. നക്ഷത്രത്തിൻ്റെ ഗതി അനുസരിച്ച് ചന്ദ്രന് കടക്കാനുള്ള കാലം ഒരു നക്ഷത്ര ദിവസം, 27 നക്ഷത്ര ദിവസം ഒരു നക്ഷത്രമാസവും, 324 ദിവസം ഒരു നക്ഷത്രവർഷവുമാകുന്നു.